ലോക വേൾഡ് കോപ്പിറൈറ്റ് ഡേയോടനുബന്ധിച്ചിട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് നാം ഇന്നുള്ളത്. വായന എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ചിലപ്പോൾ നമ്മൾ അക്കാദമിക് പർപ്പസ്, അതായത് കോഴ്സിൻ്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ ബിസിനസ്, അതായത് അറിവിന് വേണ്ടിയിട്ടാവാം, മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയാവാം, ഏതിനു വേണ്ടിയായാലും തന്നെ നമുക്ക് വായന വളരെ അത്യാവശ്യമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റിയുടെ സ്റ്റാഫിൻ്റെ, ടീച്ചേഴ്സിൻ്റെ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളുടെ, ലൈബ്രറി പ്രവർത്തകരുടെ ഒക്കെ പുസ്തകങ്ങളുടെ ഒരു അവരെ എഴുതിയതും എഡിറ്റ് ചെയ്തൊക്കെ ആയിട്ടുള്ള ഒരു പുസ്തകങ്ങളുടെ കളക്ഷൻ നമുക്ക് ഇവിടെയുണ്ട്. അതുപോലെ എന്തൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കണമോ അതെല്ലാം നമുക്ക് നമ്മുടെ ലൈബ്രറിയിലുണ്ട്. ഒരു ജീവിതകാലത്ത് എത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കണം, മസ്റ്റ് റീഡ് പുസ്തകങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങളുടെ ഒരു ശേഖരം നമുക്കിവിടെയുണ്ട്. നിങ്ങൾ അതിലേക്ക് ഒന്ന് കടന്നു പോവുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് ഒരു മാർഗദർശനമാവണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഈ പുസ്തക ഒരു എക്സിബിഷൻ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്.
കാലത്ത് ഏതാണ്ട് ഒരു 400ഓളം നാടക പുസ്തകങ്ങൾ ഇന്ത്യയിലെ മലയാളത്തിൽ. കാരണം എൻ്റെ ഗവേഷണ വിഷയം ഹിന്ദി മലയാളം നാടകങ്ങളുടെ താരതമ്യ പഠനമായിരുന്നു. അതുകൊണ്ട് തന്നെ 400ഓളം പുസ്തകങ്ങൾ കുറച്ച് സെലക്ട് ചെയ്ത് വായിച്ചിട്ടുണ്ട്. 400ഓളം പുസ്തകങ്ങൾ വായിച്ചു. മലയാളത്തിലെ മിക്കവാറും നാടകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഹിന്ദിയിലെയും പ്രധാനപ്പെട്ട എല്ലാ നാടകങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലോകം ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ പട്ടിണി ഉള്ളിടത്തോളം കാലം നോവലിന് പ്രസക്തി ഉണ്ടെന്നാണ്. ഏറ്റവും മികച്ച നോവൽ എന്ന് വെച്ചാൽ ഞാൻ പറയും പാവങ്ങളാണെന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ പേഡസ് ബക്കിൻ്റെ ദി ഗുഡ് ഡെത്ത് എന്ന് പറഞ്ഞ നോവൽ, അങ്ങനെ കുറച്ച് നല്ല വായന അനുഭവം കുട്ടിക്കാലത്തൊക്കെ വായിച്ചത്. കൊച്ചു അത് കാലം മുട്ടത്തുവർത്തി അങ്ങനെയൊക്കെയുള്ള കൃതികൾ അവസർപ്പക നോവലിലാണ് തുടങ്ങിയത്. കോട്ടയം ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. 3-ാം നൂറ്റാണ്ടിലാണെങ്കിൽ ലൈബ്രറി നശിപ്പിച്ച ചരിത്രം, അലക്സാണ്ട്രിയയിൽ ലൈബ്രറി നശിപ്പിച്ച ചരിത്രം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ഇതുപോലെയുള്ള ധാരാളം ബുക്കുകൾ ഉണ്ട്. അത് ചിലതെല്ലാം നശിച്ച് പോകുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 20 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ ലോ ലൈബ്രറിയിൽ ഒരു ഇംഗ്ലീഷ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് 100-120ഓളം വരുന്ന ഒരു കളക്ഷനായിരുന്നു. അത് ഞാൻ കാണുന്ന അവസ്ഥയിൽ അത് പൊടിഞ്ഞ് പെട്ടിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. ആരും വന്ന് എടുത്തു നോക്കിയാൽ അതിൻ്റെ കഷ്ണങ്ങളായിട്ട് ചേർന്നതല്ലാണ്ട് ഒരു പേജ് പോലും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ. അപ്പം അങ്ങനെയുള്ള ധാരാളം ബുക്കുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. അത് പ്രിസർവ് ചെയ്യുന്നതിനും അത് വരും തലമുറയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഇതിലോട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി നീങ്ങുന്നതിൻ്റെ ആവശ്യകത വളരെയധികം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിവിടെ ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 23 എന്നത് അനു സൂചിപ്പിച്ചു. ലോക സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ ശ്രേഷ്ഠമായ ദിനമാണ്. അതുകൊണ്ട് തന്നെയാണ് യുനെസ്കോ 1995 മുതൽ ഈ ഒരു ദിനം ലോക വേൾഡ് ബുക്ക് ആൻഡ് പോപ്പുലർ ആയിട്ട് ആചരിച്ചു വന്നു. ഏകദേശം 100 രാജ്യങ്ങളിൽ ഇതേ ദിവസം തന്നെയാണ് നടത്തുന്നത്. ഈ കഴിഞ്ഞ വർഷത്തിൽ റുക്സാന ഏറ്റവും കൂടുതൽ എടുത്ത നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് 59 ബുക്കാണ് എടുത്തിരിക്കുന്നത്. കൂടുതലും സബ്ജക്ട് ബുക്സും കുറച്ച് ഫിക്ഷൻ ബുക്സുമാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഫിസിക്സിലെ ഒരു റിസർച്ചുകളാണ്. അത് കംപ്ലീറ്റ് സബ്ജക്ട് ബുക്സ് തന്നെയാണ്. അപ്പം വായനയെ പ്രോത്സാഹിപ്പിക്കുക, അത് നമുക്ക് എത്രത്തോളം സ്റ്റുഡൻസിനെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കുക എന്നൊരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്തത്. അവാർഡ് ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ അതിനപ്പുറം ഞാൻ ആലോചിക്കുന്നത് ഈ പുസ്തകം വായിച്ചതുകൊണ്ട് ശരിക്കും ബെനിഫിറ്റ് ചെയ്തത് ഞാനാണ്. ഈ ലൈബ്രറിയുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എനിക്കാണ് കിട്ടിയത്. അപ്പം ഇത് അങ്ങോട്ട് തരേണ്ട ഒരു അവാർഡല്ലേ എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ അവസരത്തിൽ ചിന്തിക്കുന്നത്. പുസ്തകങ്ങളും ലൈബ്രറി ആയിട്ടൊരു വളരെ വൈകാരികമായ ഒരു ബന്ധമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ കോൺഫിഡൻസ് കണ്ടെത്തിയത് ശരിക്കും ഈ ലൈബ്രറിയിൽ നിന്ന്.
വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ സംസാരിച്ചു. അപ്പം നമുക്ക് കിട്ടിയ സപ്പോർട്ട് ടോപ്പ് ടു ബോട്ടം നമ്മൾ ഒരുപാട് ഹഡിൽസ് കടന്നാണ് ഇതിലേക്ക് എത്തിയത്. നമ്മൾ സാധാരണ ഒരു സെമിനാർ എല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയണ്ട, നമുക്കൊരു എല്ലാം അവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ AQSAT എല്ലാം ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഓഫീസ് സ്റ്റാഫായാലും എല്ലാം നമ്മുടെ ഈ നല്ല വെയിറ്റുള്ള റാക്സ് ആണ് ഇതെല്ലാം മുകളിൽ നിന്ന് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഒരുപാട് നമ്മൾ ഈ നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു ഇത്. ആ ഒരു ടീം വർക്കിൻ്റെ ഇതാണ് വിജയമാണ് ഈ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.